ഇതുണ്ട് കാണിച്ചു വെച്ചിരുന്ന പരിപാടി. കയ്യിൽ എടുത്ത് പുതച്ചു, പുതപ്പെടുത്ത് കൊടുത്തു. അച്ഛൻ്റെ ഓരോരോ നമ്പറുകൾ പോയിക്കാണ്. എന്തിനാ അച്ഛാ ഈ കയ്യിലെടുത്ത് കൊടുക്കണ്ടല്ലേ? അവിടെ ഇഡ്ഡലിയായിരുന്നു, ഇഡ്ഡലി റെഡിയാക്കി എല്ലാം. ഇഡ്ഡലി സെറ്റ് ചെയ്ത് വെക്കണം. സാമ്പാർ വയ്ക്കാൻ പോകണം. നേതൃത്വത്തിലാണ് നമ്മുടെ പാചകമൊക്കെ. RC കാഷായമൊക്കെ പ്രദർശിക്കുക. ഇഡ്ഡലി വെച്ച് അതിനെ തന്നെ കുറച്ച് അവിയലൂടെ വെച്ചു. ഉച്ചയ്ക്ക് ചോറും സാമ്പാറും അവിയലും, വേറെ കൂട്ടൊന്നുമില്ല. നവരാത്രിയല്ലേ. പിന്നെ ചോറ്, ഇന്നലത്തെ ചോറ് അത് ഊറ്റി വെച്ചു. സാമ്പാർ മൊത്തം വേവിച്ചു. ഇനി RC നായരുടെ നേതൃത്വത്തിലുള്ള സാമ്പാറിനുള്ള കൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് RC ആണ് നമ്മുടെ ഇഡ്ഡലിക്കുള്ള സാമ്പാറിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തത്. ഒന്ന് ഇളക്കിക്കുന്നുണ്ടല്ലേ? ആ കളയല്ലേ? എല്ലാം വീട് കുഴപ്പമില്ല, വൃത്തിയാക്കും. നമ്മുടെ സാമ്പാർ റെഡിയായി. എനിക്ക് മല്ലിയല്ലേ കൂടെ ഇടണം. കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ പോയിരിക്കും. കൈ കഴിവ്, ഞാൻ ഭാഗം കൊണ്ടുവരാം. ഓക്കെ. സാമ്പാർ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട്. നവരാത്രി ദിവസമാണ് ഞങ്ങൾ ആസ്തിക്ക് സാമ്പാർ ഇഡ്ഡലിയാണ്. RC കഴിച്ചോട്ടെ. നല്ല ആവി വറക്കുന്ന ഇഡ്ഡലിയും നല്ല കിടുക്കാച്ചി സാമ്പാർ. ഈ സാമ്പാർ എൻ്റെ സജിതയുടെ റെസിപ്പിയാണ്. അവള് പഠിപ്പിക്കുന്ന സാമ്പാർ. വെറൈറ്റി സ്റ്റൈലാണ്, നല്ല ടേസ്റ്റുമാണ്. സാമ്പാറൊക്കെ വയ്ക്കാൻ അച്ഛനും കൂടെ ഉടനെ അടുക്കള വന്നു. കൊള്ളാവോ? എൻ്റെ കയ്യിൽ അച്ഛൻ പുതച്ചേക്കുന്നു, പുതപ്പെടുത്ത് കൊടുത്തേക്കുന്നു. കഴിച്ചോട്ടെ. ഉച്ചക്കാലത്തേക്കുള്ള ചോറ് റെഡിയായി, അവിയലും റെഡിയായി. അടുപ്പിലിരിക്കുന്നതിന് കുറച്ചുകൂടെ സെറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് വെയിറ്റ് ചെയ്തേക്കാം. സാമ്പാറും ചോറും അവിയലും. അച്ഛനെ ചോറുണ്ണാൻ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ വരത്തില്ല. എനിക്ക് സദ്യ മേടിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തിരക്കിനിടയിൽ നിന്ന് അച്ഛൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റത്തില്ല, അച്ഛൻ ഇറങ്ങി വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കഴിക്കത്തേ ഉള്ളൂ. അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിക്കുന്നത് ശരിയാകത്തില്ല. ഞാൻ അമ്പലത്തിലോട്ട് പോകണം. അച്ഛൻ കാപ്പി കൊടുത്തിട്ട് ഈ ഇതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഇനി അമ്പലത്തിലോട്ട് പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് പോരും. ഈ കറി കൂടെ എടുക്കണം കേട്ടോ. ഇത് തൊട്ട് കഴിക്കണം ഇതിനകത്ത് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ നമ്മൾ കഴിച്ചു. ഇനി വേണോ സാമ്പാർ? അച്ഛാ സാമ്പാർ വേണോ? സാമ്പാർ ഇനി വേണോ? ആ അല്ല സാമ്പാർ ടാമിലി അച്ഛൻ വേണമെങ്കിൽ എടുത്തു തരാം. അച്ഛൻ കുഴി കഴിക്കൂ. മൊത്തം എടുത്ത് കഴിക്കൂ. കാവ്യൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാ. ഞാൻ കഥ തുറന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കാവ്യം പുറത്ത് എൻ്റെ അടുത്തോട്ട് അവിടെ മുറിയോടെ നിൽക്കുക അല്ലേ? ഞാൻ ഞങ്ങളുടെ എൻ്റെ ഫേസ്ബുക്കിൽ നമ്മുടെ ലൊക്കേഷൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ സീരിയലിൻ്റെ സമയത്തുള്ളതൊക്കെ അതും നമ്മുടെ കൂട്ടുകാരൊക്കെ പറ്റുമെങ്കിൽ കാണണം, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ.
അത് ഞാൻ അല്ലാതെ ചെറുതായിട്ട് ഓരോ ദിവസം ഇടുന്നുണ്ട്. അത് ഞാൻ കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടിന് പോയപ്പോഴൊക്കെ. കുറച്ചൊരു സാമ്പാർ തരേ. അവിയൽ വെന്ത് കേട്ടോ. മീനായിട്ട് മറ്റേ അരപ്പൂട ചേർക്കാം. ഉപ്പിൽ ഇട്ടെടുത്ത് നമുക്ക് മിക്സ് ചെയ്യും. ഒഴിക്കട്ടെ സാമ്പാർ കുറച്ചുകൂടെ മതിയോ? അവിടെ കഴിക്കുക. അതും കൂടെ എല്ലായിടത്തും കഴിക്കണേ. എൻ്റെ രാവിലത്തെ കാപ്പിപൊടി കഴിഞ്ഞു. നവരാത്രി ആയിരുന്നു. അച്ഛൻ കാഷായൊക്കെ പൊതിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറണം അച്ഛൻ്റെ. അച്ഛൻ മൊത്തം കഴിച്ചു. അച്ഛനും കൂടെ സാമ്പാറിനൊക്കെ എന്നെ സഹായിച്ചില്ല അച്ഛാ. എന്നാ ഈ വെള്ളമോടെ കുടിച്ചാട്ടെ. ഓക്കെ കുടിച്ചാട്ടെ. വെള്ളമോടെ കുടിക്കണം. കുടി ആ വെള്ളം കുടിച്ചാട്ടെ. ആ കുടിക്കണം കേട്ടോ. ആ കുടിച്ചോ. ഓക്കെ ഓക്കെ.